പീപ്പിൾ തുണയായി മകനെ തിരികെ ലഭിച്ചു. പീപ്പിൾ ഇംപാക്ട് തൃശ്ശൂരിൽ നിന്ന് കാണാതായ 16-കാരനെ തമിഴ്നാട്ടിൽ നിന്ന് കണ്ടെത്തി. 1.5 മാസം മുൻപ് കാണാതായ ചാവക്കാട് സുനാമി കോളനിയിലെ അഷ്റഫിന്റെ മകൻ നാസിലിനെയാണ് കണ്ടെത്തിയത്. മക്കളെ കാത്ത് പരമ്പരയിൽ നാസിലിനെ കാണാതായെന്ന വാർത്തയെ തുടർന്നാണ് നാസിൽ തമിഴ്നാട്ടിലുണ്ടെന്ന വിവരം ലഭിച്ചത്. അയൽവാസിക്കൊപ്പം വീട്ടിൽ നിന്നിറങ്ങിയ ശേഷം എറണാകുളത്ത് ഹോട്ടൽ ജോലിക്ക് കയറിയെന്നും തുടർന്നാണ് ജോലി ഉപേക്ഷിച്ച് തമിഴ്നാട്ടിലേക്ക് പോയതെന്നും നാസിൽ പറഞ്ഞു. എറണാകുളം എടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് പണിക്ക് കയറി. അങ്ങനെ അവിടുന്ന് പൈസ മേടിച്ചിട്ട് ഞങ്ങൾ ചെന്നൈക്ക് പോയി. ടി വിയിൽ വാർത്ത കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി അവരോട് കാര്യം പറഞ്ഞു. ഇവൻ്റെ ഉപ്പയുടെ വീട്ടുകാരോട് കാര്യം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വിളിച്ചോണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വിളിച്ചിട്ട് നാട്ടിൽ നിന്ന് ആൾക്കാർ അങ്ങോട്ട് എത്തി. പീപ്പിൾ വാർത്തയെ തുടർന്നാണ് മകനെക്കുറിച്ച് വിവരം ലഭിച്ചതെന്നും മകനെ കണ്ടെത്താൻ സഹായിച്ച കൈരളി പീപ്പിൾ ടിവിയോട് നന്ദിയുണ്ടെന്നും നാസിലിൻ്റെ ഉമ്മ ഹൈറുനിസ പ്രതികരിച്ചു. പോലീസ് തിരുവനന്തപുരം അന്വേഷിച്ച് പോകുക എന്നുള്ളൊരു തീരുമാനത്തിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ വിവരം കിട്ടിയത്. നമ്മൾ കോയമ്പത്തൂർ പോകുകയാണ്. ഈ വിവരം അറിഞ്ഞിട്ട് കോയമ്പത്തൂർ ചെല്ലുമ്പോൾ ഒരു ഫാമിലി വീട്ടിൽ ഉണ്ട്. അവിടുന്ന് അവരിട്ട് നമ്മൾ കൈരളി ടി വിക്കാർ ആ ചാനലിനോട് ഞങ്ങൾക്ക് തീരാത്തൊരു കടപ്പാട് ഞങ്ങൾക്കുണ്ട്. എങ്കിലും ഇപ്പം ഞങ്ങളെ വീട് നിറഞ്ഞ സന്തോഷത്തിലാണ്. ഒരു 2 മാസം തികയാത്ത 2 മാസം പോലെ ഞങ്ങൾ ദുഃഖിച്ചെങ്കിലും ഇപ്പം തിരിച്ച് കിട്ടിയപ്പോൾ ഞങ്ങൾ നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ആ സന്തോഷം ഞങ്ങൾ കൈരളി ടി വിക്കാർക്കും പങ്കുവെക്കണേ സന്തോഷം. സമുദായ അംഗങ്ങളുടെ പേരിൽ വെള്ളാപ്പള്ളി നടേശൻ കോടികൾ തട്ടിയതിന്റെ കൂടുതൽ രേഖകൾ പുറത്ത്. മൈക്രോ ഫിനാൻസ് വഴി സമുദായ അംഗങ്ങളിൽ നിന്ന് അധിക പലിശ വാങ്ങി വെള്ളാപ്പള്ളി തട്ടിയെടുത്തത് 2 കോടിയോളം രൂപ. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. 2007 മുതൽ 2010 വരെ 3 വർഷം പിന്നാക്കജാതി ക്ഷേമ കോർപ്പറേഷനിൽ നിന്ന് വെള്ളാപ്പള്ളി വാങ്ങിയത് 7,85 ലക്ഷം രൂപ. ഇതിന് കോർപ്പറേഷൻ വെള്ളാപ്പള്ളിയിൽ നിന്ന് ഈടാക്കുന്ന പലിശ 2%. SNDPയുടെ കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങളിൽ നിന്ന് വെള്ളാപ്പള്ളിക്ക് ഈടാക്കാവുന്ന പലിശ 5%. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ ഈടാക്കിയതാകട്ടെ 12% വീതവും. 7% അധികം ഈടാക്കിയതിലൂടെ 3 വർഷം കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ലഭിച്ച കൊള്ളപ്പലിശ 1,94 ലക്ഷം രൂപയാണ്. വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ SNDPക്ക് കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങളിൽ നിന്ന് 12% പലിശയാണ് ഈടാക്കിയതെന്ന് അക്കൗണ്ടന്റ് ജനറൽ വ്യക്തമാക്കുന്നു. ദരിദ്രരായവർക്ക് നൽകുന്ന പണത്തിന് കൊള്ളപ്പലിശ വാങ്ങിയിട്ടും വെള്ളാപ്പള്ളിക്കെതിരെ പിന്നാക്കജാതി കോർപ്പറേഷൻ നടപടി സ്വീകരിച്ചില്ലെന്നും ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല പണം ഏത് പദ്ധതിക്കായി വിനിയോഗിച്ചു എന്ന കാര്യം പരിശോധിക്കാൻ കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമാണ്. പാവപ്പെട്ടവരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് നടപ്പാക്കിയ പദ്ധതി പൂർണ്ണ പരാജയമാണെന്നും ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരത്തിൽ വലിയ ക്രമക്കേടുകൾ നടന്നത് ഓഡിറ്റ് വിഭാഗം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടും 5 കോടി രൂപ കൂടി കോർപ്പറേഷൻ 2014 ജൂണിൽ അനുവദിച്ചു. മാത്രമല്ല 9,20 ലക്ഷം രൂപ വരെ വെള്ളാപ്പള്ളി നടേശന് നൽകാമെന്നും പിന്നോക്കജാതി ക്ഷേമ കോർപ്പറേഷൻ ശുപാർശ ചെയ്യുന്നുമുണ്ട്. സമുദായക്ഷേമത്തിന്റെ മറവിൽ വെള്ളാപ്പള്ളി കോടികൾ തട്ടുമ്പോഴും എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല എന്നിടത്താണ് സംശയങ്ങൾ ഉയരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് KG ദിനകർ. വയനാട്ടിലും SNDPയുടെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ്. പിരിച്ചുവിട്ട സ്വാശ്രയ സംഘങ്ങളുടെ പേരിലും കുടുംബശ്രീ അംഗങ്ങളുടെ വ്യാജരേഖ ചമച്ചുമാണ് തട്ടിപ്പ്. നിയമ നടപടികൾ ഉണ്ടാകുമോ എന്ന ഭയത്തിലാണ് തട്ടിപ്പിന് ഇരയായവർ. മൈക്രോ ഫിനാൻസിന്റെ ഇടപാടുകളെ സംബന്ധിച്ച വലിയ ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വയനാട് കേന്ദ്രീകരിച്ചുള്ള വൻ തട്ടിപ്പിന്റെ കഥകൾ പുറത്തുവരുന്നത്. SNDP പുൽപ്പള്ളി യൂണിയനിലെ 10 സംഘങ്ങളുടെയും മാനന്തവാടി യൂണിയനിലെ 8 സംഘങ്ങളുടെയും കീഴിലാണ് പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്നും സംഘാംഗങ്ങൾ പോലും അറിയാതെ വായ്പ എടുത്തിട്ടുള്ളത്. 40 ലക്ഷത്തോളം വായ്പകളിന്മേൽ വൻ തിരിമറിയാണ് നടന്നിരിക്കുന്നത്. ഒരു സംഘത്തിന്റെ പേരിൽ 2 ലക്ഷം രൂപ വരെ വായ്പ എടുത്തിട്ടുണ്ട്. പുൽപ്പള്ളി തപസ്യ കുടുംബശ്രീ അംഗങ്ങളുടെ ഫോട്ടോ പതിച്ച വ്യാജരേഖകൾ വരെ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. വായ്പാ പ്രകാരമുള്ള പദ്ധതി പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനായി പിന്നാക്ക വികസന കോർപ്പറേഷൻ അംഗങ്ങൾ വീട്ടിലെത്തിയപ്പോഴാണ് പലരും സംഭവം അറിഞ്ഞതുതന്നെ. ഞങ്ങളുടെ ഈ ഗുരുജ്യോതി എന്ന് പറഞ്ഞ സംഘം 2 വർഷത്തിന് മുമ്പ് പിരിച്ചുവിട്ട സംഘമാണ്. അപ്പോൾ ആ പിരിച്ചുവിട്ട സംഘത്തിന്റെ സീലും ഫോട്ടോയും വെച്ചിട്ടാണ് ഇവർ ലോൺ എടുത്തിരിക്കുന്നത്. ഈ ഗുരുജ്യോതിയുടെ ഫോട്ടോ കൊടുത്തിട്ട് വേറെ ഏതോ സംഘത്തിന്റെ പേരിൽ അതും ലോൺ എടുത്തിട്ടുണ്ട്. കുടുംബപരമായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ലോൺ എടുക്കാൻ പിന്നാക്ക വികസന കോർപ്പറേഷനിൽ പോകാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് ഞങ്ങൾക്കിപ്പോൾ. ഇക്കഴിഞ്ഞ മാർച്ചിലാണ് തട്ടിപ്പ് വിവരം പുറത്തുവന്നത്. പിന്നാക്ക വികസന കോർപ്പറേഷൻ കൊല്ലം ഓഫീസ് മുഖേനയാണ് വായ്പ അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജില്ലാ ഓഫീസിന് ഇക്കാര്യത്തിൽ കൃത്യമായ വിവരങ്ങൾ ഇല്ല. പരാതി ലഭിച്ചതിന്റെ സാഹചര്യത്തിൽ കോർപ്പറേഷൻ ജില്ലാ ഓഫീസ് ഒരു അന്വേഷണം നടത്തിയിരുന്നു. തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി കൊല്ലം ഓഫീസിലേക്ക് റിപ്പോർട്ടും കൈമാറി. എന്നാൽ റിപ്പോർട്ട് കൈമാറി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിന്മേൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല.
ചില നടപടികൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായെങ്കിലും SNDP നേതാക്കൾ നേരിട്ട് ഇടപെട്ട് അതൊക്കെ തടഞ്ഞു എന്ന വിവരമാണ് ലഭിക്കുന്നത്. തട്ടിപ്പിനിരയായ സാധാരണക്കാർ നിയമ നടപടി ഭയന്ന് കഴിയുകയാണ് ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, വയനാട്. മൈക്രോ ഫൈനാൻസിന്റെ പേരിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നത് പകൽ കൊള്ളയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഫൈനാൻസിനായി ലഭിച്ച 5000 കോടി രൂപ എവിടെ നിന്നെന്ന് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. പാവപ്പെട്ട സ്ത്രീകളിൽ നിന്ന് ഈ സ്വയം സഹായ സംഘത്തിന്റെ പേരിൽ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് 5% പകരം 12%. പകൽ കൊള്ളയല്ലേ നടക്കുന്നത്? പാവപ്പെട്ട സ്ത്രീകളെ കടക്കണിയിൽപ്പെടുത്തി അവരെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്ന പ്രചരണ പരിപാടികളല്ലേ ഈ സമീപകാലത്ത് അവർ സംഘടിപ്പിച്ചു വന്നത്. ഇതെല്ലാം ഓരോന്നോരോന്നായി പുറത്തു വരാൻ തുടങ്ങിയിരിക്കുകയാണ്. ശ്രീനാരായണ ധർമ്മം സംരക്ഷിക്കേണ്ടവർ സംഘപരിവാറിന് അടിയറവ് പറയുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. ഗുരുവിനെ ഹൈജാക്ക് ചെയ്യുന്നത് പോലെ അയ്യൻകാളിയെയും ഹൈജാക്ക് ചെയ്യുന്നുവെന്നും VS കുറ്റപ്പെടുത്തി. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ അത് ഉയർത്തിപ്പിടിക്കുവാൻ ബാധ്യതയുള്ളവർ തന്നെ സംഘപരിവാറിന് അടിയറ പറയുന്നു. ശ്രീനാരായണ ദർശനങ്ങൾ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നവർ അയ്യങ്കാളിയെയും അദ്ദേഹം രൂപം നൽകിയ പ്രസ്ഥാനത്തെയും വല വീശിക്കൂടുന്നില്ല. അത്തരത്തിലുള്ള ഗൂഢപദ്ധതികളാണ് സംഘപരിവാർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ജാഗ്രത പാലിക്കാൻ അയ്യങ്കാളിയെ സ്നേഹിക്കുന്നവരടക്കമുള്ള എല്ലാ ജനാധിപത്യവാദികൾക്കും ഉത്തരവാദിത്വമുണ്ട്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പിന്നാക്ക കോർപ്പറേഷൻ ചെയർമാൻ മോഹൻ ശങ്കറിനെ പുറത്താക്കണമെന്ന് ആലപ്പുഴ DCC പ്രസിഡന്റ് AA ഷുക്കൂർ. SNDPയുടെ നോമിനിയായാണ് മോഹൻ ശങ്കർ എന്നും ഷുക്കൂർ പറഞ്ഞു. പീപ്പിൾ TVയിലെ ന്യൂസ് ആൻഡ് വ്യൂസിലായിരുന്നു ഷുക്കൂറിന്റെ പ്രതികരണം. മോഹൻ ശങ്കർ മാത്രമല്ല, ഒരു MP അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം വയനാട് ജില്ലയിൽ പണം കൊടുത്തിരിക്കുകയാണ്. കൊല്ലം ജില്ലയില് ഇതിന്റെ MP അത് കൊടുത്തത് കൊല്ലം ജില്ലയിലെ ഓഫീസ് വഴിയാണ് കൊടുത്തത്. SNDP യോഗത്തിന്റെ ആസ്ഥാനമായ കൊല്ലം ജില്ലയിലെ ഓഫീസ് വഴി 10 ജില്ലകളിൽ പണം കൊടുത്തിരിക്കുന്നു. എന്ത് തട്ടിപ്പാണ്! അതിനകത്ത് ഉത്തരവാദി മോഹൻ ശങ്കർ എന്ന് പറയുന്നയാളുണ്ട്. അതിനകത്ത് ഉത്തരവാദി അവിടുത്തെ ജില്ലാ മാനേജറുണ്ട്. സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചു. ബെലാറസ് എഴുത്തുകാരിയും പത്രപ്രവർത്തകയുമായ സെറ്റ്ലാന അലക്സിയേവിച്ചിനാണ് പുരസ്കാരം. ഈ കാലത്തെ പീഠാനുഭവങ്ങളുടെയും നിർഭയത്വത്തിന്റെയും ലിഖിത രേഖയാണ് സെറ്റ്ലാനയുടെ രചനാശൈലിയെന്ന് നൊബേൽ സമ്മാന സമിതി വിലയിരുത്തി. സോവിയറ്റ് യൂണിയന്റെ ഹൃദയമിടിപ്പ് ലോകത്തിന്റെ മുന്നിൽ അക്ഷരങ്ങളിലൂടെ പകർന്നു നൽകിയ സെറ്റ്ലാന സാഹിത്യ നൊബേൽ ലഭിക്കുന്ന 112 പേരിൽ 14ാമത്തെ സ്ത്രീ എഴുത്തുകാരിയാണ്. തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തിങ്കളാഴ്ച മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സത്യഗ്രഹം ആരംഭിക്കുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ. വയനാട്ടിൽ താമരശ്ശേരി ചുരം ഉപരോധിക്കാനും സമരക്കാർ തീരുമാനിച്ചു. പ്രശ്നപരിഹാരത്തിനായി ചൊവ്വാഴ്ച വീണ്ടും PLC യോഗം ചേരും. 10-ാം തീയതി മുതൽ ദേശീയപാത 212-ൽ റോഡ് ഉപരോധിച്ചുള്ള ശക്തമായ പ്രക്ഷോഭമാണ് വയനാട് എസ്റ്റേറ്റ് ലേബർ യൂണിയൻ CITU തീരുമാനിച്ചിരിക്കുന്നത്. 25 മുതൽ തുടരുന്ന പണിമുടക്ക് വിവിധയിടങ്ങളിൽ റോഡ് ഉപരോധമടക്കമുള്ള സമരപരിപാടികളായി പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. മേപ്പാടി, ചുണ്ട, പൊഴുതുന, മാനന്തവാടി എന്നിവിടങ്ങളിൽ തൊഴിലാളികൾ സംഘടിതമായി തെരുവിലിറങ്ങുകയാണ്. നാളെ മുതൽ ചുണ്ടയിൽ നിരാഹാര സമരം സംയുക്ത ട്രേഡ് യൂണിയൻ ആരംഭിക്കും. PLC ചർച്ചകൾ പരാജയപ്പെടുന്നതിനിടെ സംയുക്ത ട്രേഡ് യൂണിയൻ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വ്യാപിപ്പിക്കും. മൂന്നാറിൽ പെമ്പിളിയൊരുമയുടെ റോഡ് ഉപരോധം തുടരുകയാണ്. സംയുക്ത ട്രേഡ് യൂണിയന്റെ രാപ്പകൽ നിരാഹാര സമരം ഇവിടെ 8ാം ദിവസത്തിലേക്ക് കടന്നു. പാലക്കാട് നെല്ലിയാമ്പതി മണലാരു AVT ഫാക്ടറിക്ക് മുന്നിലെ രാപ്പകൽ ധർണയ്ക്ക് പുറമെ 24 മണിക്കൂർ ഹർത്താലിന് സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ടയിൽ ഹാരിസൺ AVT തോട്ടങ്ങളിലും പ്ലാന്റേഷൻ കോർപ്പറേഷൻ തോട്ടങ്ങളിലും പണിമുടക്ക് പൂർണ്ണം. കൊല്ലത്ത് തൃത്താല, അമ്പനാട് തൊഴിലാളികളുടെ നിരാഹാര സമരം 24 ദിവസം പിന്നിട്ടു. കോട്ടയം മുണ്ടക്കയത്ത് HML-ന് കീഴിലുള്ള 9 എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ദേശീയപാത ഉപരോധിച്ചു. അനുകൂല സമരങ്ങൾ ഉണ്ടാകും വരെ ശക്തമായ സമരത്തിലേക്കാണ് സംസ്ഥാനത്ത് തോട്ടമേഖല നീങ്ങുന്നത്. പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി തീരുമാനങ്ങൾ നീളുന്നതിനിടെ തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിന് വലിയ തലവേദനയാവുകയാണ് തോട്ടമേഖലയിൽ ശക്തി പ്രാപിക്കുന്ന സമരങ്ങൾ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, വയനാട്. സമരം ചെയ്യുന്ന തോട്ടം തൊഴിലാളികൾക്കെതിരെ സർക്കാരിന്റെ ഭീഷണി. സമരം പിൻവലിച്ചില്ലെങ്കിൽ പോലീസിനെ ഇടപെടുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതേസമയം മുഖ്യമന്ത്രി ചൊവ്വാഴ്ച ട്രേഡ് യൂണിയനുകളുടെ യോഗം വിളിച്ചു. മുഖ്യമന്ത്രിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് മൂഢത്വമാണെന്ന് VS പറഞ്ഞു.